ശ്രീമദ് ഭാഗവതം നമ്മൾ സ്കന്ധം 1 ഇന്ന് നോക്കുന്നത് അവസാനത്തെ അധ്യായമായ 19ാമത്തെ സ്കന്ധം 1 അവസാനത്തെ 19ാമത്തെ അധ്യായമാണ്. അത് ശ്രീ പരീക്ഷിത്തിൻ്റെ പ്രായോപവേശവും ശ്രീ ശുഗൻ്റെ ആഗമനവും. എന്നിട്ട് 1 സൂതൻ പറയുന്നു, ആ രാജാവ് പിന്നീട് രാജാവ് ഒരു തെറ്റ് ചെയ്തല്ല, ആ സന്യാസിയുടെ ദാഹിച്ചിട്ട് എന്നപ്പോൾ ഒന്നും ഉണ്ടാതുകൊണ്ട് ആ തപസ്സിരിക്കുന്ന ആളുടെ തലയിൽ കഴുത്തിൽ ഒരു ചത്ത പാമ്പിനെ ഇട്ടിട്ടാണ് പോയത്. അപ്പോൾ രാജാവിന് പിന്നീട് താൻ ചെയ്ത കൊള്ളരുതാത്ത പ്രവൃത്തിയിൽ മനപ്രയാസപ്പെട്ടുകൊണ്ട് പറഞ്ഞു, കഷ്ടം, തേജസ്സോടെ ഇരിക്കുന്ന ആ ബ്രാഹ്മണനിൽ ഞാൻ മോശത്വം പ്രവർത്തിച്ചുവല്ലോ. അങ്ങനെ തപസ്സിലിരിക്കുന്ന അദ്ദേഹത്തോട് ഞാൻ മോശത്വമാണ് പ്രവർത്തിച്ചത്, അത് കഷ്ടമായിപ്പോയി. എന്നിട്ട് 2 പറയുന്നു, അതിനാൽ വലിയ ആപത്ത് തീർച്ചയാണ്. വലിയൊരു ആപത്തുണ്ടാകുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതിനാൽ അതിന് പാപത്തിനുള്ള പ്രായശ്ചിത്തമായിട്ട് അങ്ങനെ സംഭവിച്ചു കൊള്ളട്ടെ. ഒരു പ്രായശ്ചിത്തം വേണമല്ലോ. അപ്പോൾ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അതങ്ങ് ഇല്ലാതെയായല്ലോ. അപ്പോൾ അതൊരു നല്ല കാര്യം തന്നെയാണ്. ഒരു ശാപം കിട്ടിയിട്ട് അതിൻ്റെ ഫലമായിട്ട് പാമ്പ് കടിച്ച് മരിക്കുന്നുണ്ടെങ്കിൽ, തക്ഷം കടിച്ച് മരിക്കുന്നുണ്ടെങ്കിൽ പ്രായശ്ചിത്തമായല്ലോ. അല്ലാതെ പ്രായശ്ചിത്തം ചെയ്യാൻ വേറെ വഴിയൊന്നുമില്ലല്ലോ. ഇപ്പം ഇത് ചെയ്താൽ മതി, അത് നല്ലൊരു കാര്യം തന്നെ. ഏറ്റവും 3 ആ പ്രായശ്ചിത്ത ബ്രാഹ്മണന്റെ ശാപം ഇപ്പോൾ തന്നെ എൻ്റെ രാജ്യത്തെയും സൈന്യത്തെയും ഭണ്ഡാരത്തെയും ചുട്ടരിക്കട്ടെ. ഇപ്പം തന്നെ അത് എന്ത് ചെയ്തോട്ടെ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഇപ്പം തന്നെ എൻ്റെ രാജ്യത്തെയും. അപ്പോൾ ഒരു രാജാവ് ചെയ്യുമ്പോൾ അതിൻ്റെ എഫക്റ്റ് ആർക്കെല്ലാം വരും? രാജ്യത്തിന് വരും, സൈന്യത്തിന് വരും, ഭണ്ഡാരം ഫൈനാൻസിൻ്റെ സെറ്റപ്പിനെല്ലാം വരും, സാമ്പത്തിക നിലയെല്ലാം തകരും. ഒരു രാജാവ് തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതാണ് ഫലം. അതുകൊണ്ട് അതെല്ലാം ചുട്ടരിച്ചോട്ടെ, കുഴപ്പം, ഇപ്പം തന്നെ ചുട്ടരിച്ചോട്ടെ. ഇനി ഒരിക്കലും അശുഭകരമായ ചിന്ത ഇങ്ങനെ ബ്രാഹ്മണർ, ദേവ, പശുക്കളുടെ നേരെ ഉണ്ടാകാതിരിക്കട്ടെ. അതുവഴി എനിക്ക് ഇങ്ങനെ ഒരു ചിന്ത ഒരിക്കലും ഉണ്ടാകാതിരിക്കട്ടെ, ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ. പിന്നെ 4 പറയാണ്, ഇപ്രകാരം ചിന്തിച്ച അദ്ദേഹം പിന്നെ മുനിയുടെ പുത്രരുടെ ഉണ്ടായ വിധി, ശാപം എങ്ങനെ ഏൽക്കുമെന്ന് കേട്ടറിഞ്ഞു. അതിൻ്റെ ശേഷം ഇത്രയും പറഞ്ഞതിൻ്റെ ശേഷമാണ് അദ്ദേഹം കുറച്ചും കൂടി വിസ്തരിച്ച് അറിയാൻ ശ്രമിച്ചു എങ്ങനെയെല്ലാം അത് ഏൽക്കാൻ പോകുന്നത്. വിഷയാസക്തനായ തനിക്ക് കലി താമസിയാതെ വിരക്തി ഉണ്ടാക്കുവാനുള്ള നല്ല അവസരമായി അദ്ദേഹം ഇതിനെ കണ്ടു. അപ്പോൾ ഇതുവരെ അദ്ദേഹം വിഷയത്തിൽ തൽപരനായി നടക്കുകയായിരുന്നു. അതായത് രാജ്യഭരണം ഇതെല്ലാമായിട്ട് ചിന്തിച്ച് നടക്കുകയായിരുന്നു. വിരക്തി ഉണ്ടായിട്ടില്ല. അപ്പം ഇത് എനിക്കൊരു അവസരം ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഈ ശാപം എന്തെന്ന് വിരക്തി ഉണ്ടാക്കാനുള്ളൊരു അവസരം ഉണ്ടാക്കി തന്നിരിക്കുകയാണ്. നല്ലൊരു അവസരമാണ് അദ്ദേഹം ഇതിലൂടെ എനിക്ക്, ആ സംഭവത്തിലൂടെ എനിക്ക് സംഭവിക്കാൻ പോകുന്നത്. അങ്ങനെ ഒരു നല്ല അവസരം കിട്ടിയതായിട്ടാണ് അദ്ദേഹം അതിനെ കണ്ടത്. അതിൻ്റെ 5 പിന്നെ ഈ ലോകത്തെ വിട്ടുകളഞ്ഞ് ശ്രീകൃഷ്ണനെ ഭജിച്ചുകൊണ്ട് ഗംഗാതീരത്തിൽ നിരാഹാര വ്രതമെടുത്തു. അപ്പോൾ അയാൾക്ക് വിരക്തി ഉണ്ടായി. അപ്പോൾ ഒരാൾക്ക് വിരക്തി ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഓരോ സാഹചര്യങ്ങളുണ്ട്. അപ്പം ഒരാളാണ് ജീവിതം മടുക്കുക. ചില സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് മടുക്കും, എന്തിനു ജീവിക്കുന്നു എന്നുള്ള കാര്യം. ഇതിലെല്ലാം അങ്ങനെയാണ് വിരക്തി ഉണ്ടാകേണ്ടത്, അല്ലാതെ ഇതുണ്ടാക്കിയെടുക്കാനൊന്നും പറ്റില്ല. എന്നിട്ട് അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? കൃഷ്ണൻ്റെ ഭക്തിയിൽ ചിന്തിച്ചുകൊണ്ട് ഇവിടെ പോയി ഗംഗാതീരത്തിൽ നിരാഹാര വ്രതം അനുഷ്ഠിച്ചു. ഇനി 6 അപ്പോൾ 6 ആ നദിയുടെ പ്രത്യേകത
പറയുകയാണ് ഗംഗാ നദിയുടെ പ്രത്യേകത. ഏതൊരു വിധം തുളസിയോട് ചേർന്നുകൊണ്ട് വിഷ്ണുപാദത്തെ തഴുകിക്കൊണ്ട്, തുളസി വിഷ്ണുവിനെ തുളസിയുടെ ആയിട്ട് ബന്ധിപ്പിച്ചിട്ട് തുളസിയുടെ പാദത്തിലൂടെ, അതായത് വിഷ്ണുവിൻ്റെ പാദത്തിൽ നിന്ന് ഒഴുകുന്ന ജലം, തുളസിയുടെ ഒരു മഹത്വം, തുളസിയിലൂടെ ഒഴുകുന്ന ജലത്തിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. അപ്പം വിഷ്ണുവിൻ്റെ പാദത്തു നിന്ന് തുളസി സ്പർശത്തോടെ, തുളസി വിഷ്ണുവായിട്ട് ബന്ധപ്പെട്ട തന്നെ ഒഴുകുന്ന ജലം, അതായത് ഗംഗാജലം, ലോകത്തെ അകത്തും പുറത്തും എല്ലാം ശുദ്ധമാക്കുന്നുണ്ട്. ആ നദിയെ മരിക്കാൻ പോകുന്ന ഒരാൾ സേവിക്കാതിരിക്കുമോ എന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള പവിത്രമായ ഒരു നദിയിൽ മരിക്കാൻ ഒരാൾ ആഗ്രഹിക്കുമ്പോൾ അവിടെ വെച്ച് മരിക്കുന്നതിലാണ് താല്പര്യം ഉണ്ടാവുക. അതുകൊണ്ടാണ് അദ്ദേഹം ഗംഗാ നദിയിൽ ഇവിടെ സമീപത്ത് പോയത്. അപ്പം ഗംഗ അത്രയും പവിത്രമാണ് എന്ന് പറയുകയാണ്. 8:7 ഇപ്രകാരം അദ്ദേഹം നിരാഹാര വ്രതത്തോടുകൂടി മറ്റു ചിന്തകളും വിഷയാസക്തിയും വെടിഞ്ഞ് ഭഗവത് ധ്യാനത്തിൽ മുഴുകി. അങ്ങനെ അവിടെ പോയിരുന്നിട്ട് ആ ഗംഗാതീരത്ത് ബാക്കി ഈ ലോകമായിട്ടുള്ള എല്ലാ താല്പര്യങ്ങളും കിട്ടും. അപ്പം നമ്മൾ ബ്രഹ്മസാക്ഷാത്കാരത്തിന് പോകുമ്പോൾ ബ്രഹ്മത്തിൽ ലയിക്കാൻ പോകുന്നുണ്ടെങ്കിൽ പിന്നെ ഈ ലോകമായിട്ട് ഒരു ബന്ധവും പാടില്ല. എല്ലാം വിട്ടെറിഞ്ഞ് നാടും വീടും എല്ലാം വിട്ടെറിഞ്ഞ് പോകണം. എൻ്റെ ഗംഗയുടെ തീരത്താറ്റം പോയിരുന്നിട്ട് പിന്നെ ആ ബ്രഹ്മമേ ശരണം, ഇല്ലെങ്കിൽ ഭഗവത് ഭക്തിയിൽ അങ്ങനെ മുഴുകി കഴിയണം. അപ്പോൾ 8 അപ്പോൾ ലോകത്തെ ശുദ്ധീകരിക്കുന്നത്, അപ്പം നദിയുടെ സ്ഥലത്താണ്. അപ്പോൾ ആ സമയത്ത് എന്തും പറ്റി, ലോകത്തെ ശുദ്ധീകരിക്കുന്ന ഋഷികൾ ശിഷ്യന്മാരോടൊപ്പം, ലോകത്തെ ശുദ്ധീകരിക്കുന്ന ഋഷികൾ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ വേദങ്ങളെല്ലാം എഴുതിയിട്ട് സമ്പൂർണ്ണ ജ്ഞാനം നൽകി, ശരിയായ ജ്ഞാനം നേടുന്നതാണ് നമ്മളെ മനസ്സിനെ ശുദ്ധീകരിക്കുന്ന ഏറ്റവും നല്ലത്. നമ്മുടെ മനസ്സ് ശുദ്ധമായിരിക്കുക എന്ന് പറഞ്ഞാൽ ശുദ്ധമായ ജ്ഞാനം നേടുക. അശുദ്ധമായ ജ്ഞാനം നേടിക്കഴിഞ്ഞാൽ തന്നെ മനസ്സ് ശുദ്ധമാകും. അത് ഏതിലൂടെ? ഋഷികളുടെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരുടെ. അപ്പം അവരെല്ലാം അവിടെ വന്നു. അപ്പം ഗംഗാനദി എന്ന് പറയുന്നത് എല്ലാവരെയും ശുദ്ധീകരിക്കുന്നതാണ്, പവിത്രമാണ്. ആ സ്ഥലത്ത് ഋഷികളും ഋഷികളും എല്ലാം ഇവിടെ വന്നു എന്ന് പറയുകയാണ്. യഥാർത്ഥത്തിൽ കഥയിലാണ് ഇതെല്ലാം. തീർത്ഥാടകർ എന്ന നാട്യത്തിലാണ് അവർ അവിടെ വന്നത്. യഥാർത്ഥത്തിൽ അവർ വന്നത് ഒരു തീർത്ഥാടകരമായി വന്നതാണെങ്കിലും അത് ശുദ്ധീകരിക്കാൻ വേണ്ടി വരുന്നതാണ്, കാലം പറഞ്ഞു വിടുന്നതാണെന്നാണ് ഇവിടെ പറഞ്ഞുകൊണ്ട് വരുന്നത്. അവരുടെ പാദസ്പർശം കൊണ്ടാണ് ആ നാട് ശുദ്ധീകരിക്കാനാണ്. പക്ഷെ അവർ നാട്യത്തിൽ നമ്മൾ തീർത്ഥാടനത്തിൽ വന്നെയാണ് എന്നുള്ളതാണെങ്കിലും കാലം അതിലൂടെ നേടുന്ന എന്താണ്, അത്രയും വലിയൊരു പാദസ്പർശം, ജ്ഞാനമുള്ള ആൾക്കാരുടെ പാദസ്പർശം ഏൽക്കുമ്പോൾ ആ സ്ഥലം അത്ര പവിത്രമായിട്ട് തീരും. ഇനി 8, 9, 10, 11, 12 പറയുകയാണ്, വന്ന ഋഷികളെയെല്ലാം പറയുകയാണ്, ഞാൻ എല്ലാം വിടുകയാണ്. കാരണം 1-2 ഉദാഹരണങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ വേദങ്ങൾ എഴുതിയ എല്ലാ കക്ഷികളും ഒരുമാതിരി എല്ലാം പണ്ട് പറഞ്ഞ മാതിരി വേറെ അതേമാതിരി പറഞ്ഞല്ലോ. അത്രി, ചവനൻ, വസിഷ്ഠൻ, ഭൃഗു, പരാശരൻ, പരശുരാമൻ, നാരദൻ, ഇങ്ങനെ എല്ലാവരും അവിടെ എത്തി. ബാക്കിയുള്ള പേരെല്ലാം കൂടിയാണ്. വേദങ്ങൾ എഴുതിയ ഋഷികളെല്ലാം അവിടെ വന്നിട്ടുണ്ട്. ഗംഗാതീരത്ത് വെച്ചിട്ടാണ് ഇനി എന്ത് ചെയ്യാൻ പോകുന്നത്? വേദവ്യാസൻ്റെ മകൻ ബാക്കി പറയാൻ പോകുന്നത്. അവരെല്ലാം ശരിയായ സ്ഥാനത്ത് ഇരുന്നപ്പോൾ, ഇവരെ അദ്ദേഹം സ്വീകരിച്ച് ശരിയായ സ്ഥാനത്ത് ഇരുന്നപ്പോൾ അവരുടെ മുന്നിൽ വിനയത്തോടുകൂടി കൈകൂപ്പിക്കൊണ്ട് അദ്ദേഹം ചില കാര്യങ്ങൾ ചോദിക്കുകയാണ്. 13 പറയാണ്, ഞങ്ങൾ വലിയ ഭാഗ്യശാലികൾ ആയിരിക്കുകയാണ്. എന്തുകൊണ്ട്? ഈ മഹാന്മാരുടെ സാന്നിധ്യം കൊണ്ട്. ഈ മഹാന്മാരെല്ലാം വരിക എന്ന് പറഞ്ഞാൽ വലിയൊരു മഹാഭാഗ്യമാണ്. നിന്ദ്യരായ രാജാക്കന്മാരുടെ വംശം, അതായത് ഇദ്ദേഹം സ്വയം ഇദ്ദേഹത്തെ ഒന്ന്
പുച്ഛിക്കുന്ന മാതിരി കണ്ടാൽ മതി. നിന്ദ്യരായ രാജാക്കന്മാരുടെ വംശം ഈ മഹാന്മാരുടെ കാൽ കഴുകിയ വെള്ളത്തിനെക്കാട്ടി മോശമാണ് എന്ന് പറയുകയാണ്. അപ്പം രാജാവ് ദുഷിച്ചാൽ ഈ ജ്ഞാനമുള്ള ആൾക്കാരുടെ കാല് കഴുകിയ വെള്ളത്തിനെക്കാട്ടി മോശമാകും എന്നാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ഒരു രാജ്യത്തിൻ്റെ രാജാവ് ദുഷിച്ചു കഴിഞ്ഞാൽ അയാളുടെ സ്ഥാനം നല്ല ബുദ്ധിമാന്മാരായ ജനങ്ങളുടെ കാൽ കഴുകിയ മഹാന്മാരുടെ കാൽ കഴുകിയ വെള്ളത്തിനെക്കാട്ടിയും നീചമായ സ്ഥാനമാണ് അവർക്കുള്ളത്. ഇനി 14 പറയുകയാണ്, വിഷയവിരക്തിക്ക് സഹായകരമായിക്കൊണ്ട്. വിഷയവിരക്തി എന്ന് പറയുമ്പോൾ വിരക്തി ഉണ്ടാകും. നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ ഭൗതിക കാര്യങ്ങളിലെല്ലാം ഈ രാജാവ് മുഴുകിക്കൊണ്ട് കഴിയുകയായിരുന്നു. അപ്പം വിരക്തി ഉണ്ടായാലും മാത്രമേ ബ്രഹ്മവുമായിട്ട് സാക്ഷാത്കാരം നേടുകയുള്ളൂ. അതിനുള്ളൊരു അവസരമായിക്കൊണ്ട് ബ്രാഹ്മണ ശാപമാകുന്ന സ്വരൂപം പൂണ്ട് ഭഗവാൻ വന്നു. ബ്രാഹ്മണ ശാപമാകുന്ന സ്വരൂപം സ്വീകരിച്ചുകൊണ്ടാണ് കൃഷ്ണൻ വന്നിരിക്കുന്നത്. അതായത് ഈ ശാപം അദ്ദേഹത്തിന് വിരക്തി ഉണ്ടാക്കുവാൻ സഹായിച്ചു. അത് കൃഷ്ണൻ തന്നെയാണ്, ഭഗവാൻ തന്നെയാണ്. കൃഷ്ണൻ എന്ന് പറയുന്നില്ല, ഭഗവാൻ തന്നെയാണ്. കൃഷ്ണനും ആകും, ഏതും ആകും, ആ ബ്രഹ്മവും ആകും, അല്ലെ നാരായണനും ആകും. ആ ശാപരൂപത്തിലാണ് ആ ഭഗവാൻ വന്നത്. എന്തിന്? എനിക്ക് വിഷയത്തിൽ നിന്നും വിരക്തി ഉണ്ടാക്കി തരുവാൻ. അതുവഴി നമ്മൾ മോശ സംഭവം നടക്കുമ്പോഴും നമ്മൾ എന്ത് വേണം? അതെല്ലാം നമ്മളെ നന്മക്ക് വേണ്ടിയായിട്ട് ആ രൂപത്തിൽ ഭഗവാൻ വരുന്നതായിട്ട് കണ്ടാൽ മതി. അപ്പോൾ എല്ലാ പ്രശ്നവും തീരും. അതുകൊണ്ട് എന്താ ഇദ്ദേഹത്തിന് കിട്ടാൻ പോകുന്നത്? വേഗത്തിൽ വിരക്തി കിട്ടാൻ പോവുകയാണ്. ഇതിൻ്റെ 15 പറയുന്നു, അങ്ങനെ വിരക്തനായി ആശ്രയഭാവത്തോടുകൂടി വന്നു നിൽക്കുന്നവനാണ് ഈ ഞാനെന്ന് ബ്രാഹ്മണർ ഇവിടെ കൂടിയവരും ഗംഗയും എല്ലാം അറിയണം. ഗംഗാ നദിയെല്ലാം എങ്ങനെ കാണണം? അങ്ങനെ വിരക്തി വന്ന് ആശ്രയവുമായിട്ട് മുന്നിൽ നിൽക്കുന്ന ഒരുത്തനായിട്ട് എന്നെ കാണണം. ബ്രാഹ്മണകുമരനാൽ പ്രേരിതമായ തക്ഷനോ, ബ്രാഹ്മണന്റെ ശാപം മൂലമായ പ്രേരിതമായ തക്ഷനോ, വേറെ ഏത് വഞ്ചകനോ മതിവരുവോളം എന്നെ കടിച്ചോട്ടെ, എന്നെ അവർ വേണ്ടുന്നത്ര കടിച്ചോട്ടെ, എനിക്കൊരു പ്രശ്നമില്ല. വിഷ്ണു കീർത്തനം ഗാനം ചെയ്യുക. അതുകൊണ്ട് എന്ത് ചെയ്യണം? വിഷ്ണുവിൻ്റെ കീർത്തനങ്ങൾ ഗാനം ചെയ്യുക. അതായത് അദ്ദേഹത്തിന് ഇനി വിഷ്ണു കീർത്തനങ്ങൾ, കഥകൾ കേൾക്കേണ്ട ഒരാഗ്രഹം വരികയാണ്. അതും കേട്ടുകൊണ്ട് ഇരിക്കാം. എന്നിട്ട് 10 ഇനി ഏതെല്ലാം ജന്മമുണ്ടായാലും, അപ്പം എന്നും മരിച്ചു കഴിഞ്ഞാലും മരിക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. മരിച്ചു കഴിഞ്ഞാലും എന്നും വേണമെങ്കിൽ ജന്മം ഉണ്ടാകാം. അങ്ങനെ എത്ര ജന്മമുണ്ടായാലും അതിലെല്ലാം ഭഗവാനിൽ പ്രേമവും മഹാന്മാരുടെ നിരന്തര സാമീപ്യവും ലഭിക്കുവാൻ സാധിക്കട്ടെ. ഇപ്പം എന്നും ജനിക്കുകയാണെങ്കിലും അപ്പോൾ ഭഗവാനിൽ പ്രേമം ഉണ്ടാകണം. ഇത്തരം മഹാന്മാരുടെ എല്ലാ സാന്നിധ്യം, കാരണം എല്ലാവരും വന്ന് നിന്നില്ല, എല്ലാ ഋഷികളും. അങ്ങനെ ഒരു അവസരം കിട്ടാൻ സംഭവിക്കട്ടെ. അങ്ങനെ ഒരു അവസരം കിട്ടാനുള്ള സാഹചര്യം ഉണ്ടാകട്ടെ. ഇങ്ങനെ ഭാവിയിൽ അങ്ങനെ സംഭവിക്കട്ടെ. എന്നിട്ട് എല്ലാ ബ്രാഹ്മണർക്കായിട്ടും, അതായത് വേദപണ്ഡിതർക്കായിട്ട് അദ്ദേഹം നമസ്കാരം പറഞ്ഞു. ഇനി 17 പറയുന്നു, ഇങ്ങനെ പറഞ്ഞ ശേഷം രാജാവ് പുത്രന് ഭാരം ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട്, അദ്ദേഹത്തിൻ്റെ രാജ്യഭാരം പുത്രനെ ഏൽപ്പിച്ചു. കാരണം കൈമാറണമല്ലോ. എന്നിട്ട് ഗംഗാനദിയുടെ തീരത്തേക്ക് പോയിട്ട് തെക്കേ കരയിൽ കിഴക്കോട്ടേക്ക് തലയാക്കി വെച്ചിരിക്കുന്ന ദർഭയിൽ വടക്കോട്ട് നോക്കിക്കൊണ്ട് ഒരൊറ്റ ഇരിപ്പങ്ങ് ഇരുന്നു. ഇപ്പം രാജ്യമെല്ലാം മകനെ ഏൽപ്പിച്ചു വിട്ടു.
ഇപ്പം 18 എന്ത് പറയുന്നു? ആകാശത്തിൽ അപ്പോൾ പെരുമ്പറവകളെല്ലാം മുഴങ്ങി ദേവന്മാരെല്ലാം പുഷ്പവൃഷ്ടി നടത്തി. എന്നിട്ട് 19 20 അവിടെ വന്നു ചേർന്ന മുനിമാരെല്ലാം നല്ലത്, നീ ചെയ്ത നല്ല കാര്യമാണ് എന്ന് എല്ലാ മുനിമാരും ഈ ശരിയായ കാര്യമാണ് ചെയ്തത് എന്ന് അനുമോദിച്ചു പറഞ്ഞു. എന്നിട്ട് എന്താണ് ഭഗവാന്റെ സാമീപ്യം ആർജിച്ചുകൊണ്ട് അധികാര സിംഹാസനം ഉടൻ ഉപേക്ഷിച്ച് കൃഷ്ണനിൽ അനുവർത്തിക്കുന്ന അങ്ങയുടെ തീരുമാനത്തിന് അത്ഭുതമൊന്നും നമുക്ക് തോന്നുന്നില്ല. കാരണം അങ്ങ് വലിയ മഹാനാണ്. അപ്പം ഭഗവാന്റെ സാമീപ്യം ആശിച്ചുകൊണ്ട് അധികാരമാകുന്ന സിംഹാസനം ഉടനെ അങ്ങ് വിട്ടു. ഒരു നിമിഷം ചിന്തിച്ചില്ല. വിട്ട് കൃഷ്ണനെ അനുവർത്തിക്കുക. ഇനിയുള്ള സമയം കൃഷ്ണനുമായിട്ട് അല്ലെ ബ്രഹ്മവുമായിട്ട് ബ്രഹ്മസാക്ഷാത്കാരത്തിനായിട്ട് നീങ്ങുക എന്ന അങ്ങയുടെ തീരുമാനത്തിൽ ഞങ്ങൾക്ക് അത്ഭുതമൊന്നുമില്ല. കാരണം അങ്ങ് ഇതും ചെയ്യാൻ എന്ന കാര്യത്തിൽ നമുക്ക് മുമ്പ് തന്നെ നല്ല ഉറപ്പുണ്ട്. കാരണം ഇത് ചെയ്യാന്ന് പറഞ്ഞാൽ ആരെപ്പോലെയുള്ളവർക്കേ പറ്റുകയുള്ളൂ. ഇത്തരം പരീക്ഷത്തിനെ പോലെയുള്ളവർക്കേ പറ്റുകയുള്ളൂ. എന്നിട്ട് 21 എന്ത് പറയുന്നു? ദേഹം വെടിയുന്ന സമയം വരെ നമ്മളെല്ലാവരും ഇവിടെ ഉണ്ടാകണം. എന്നിട്ട് അവിടെ വന്ന ഋഷികളെല്ലാം പറഞ്ഞു, നമ്മൾ ദേഹം വെടിയാനല്ലേ കാത്തുക്കുന്നത്, അതുവരെ നമ്മളിവിടെ ഉണ്ടായിരിക്കണം. ഇനി 22 എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, പക്ഷപാതരഹിതനും കാവട്യമില്ലാത്തവനും അമൃതരസത്തെ പക്ഷപാതമില്ലാത്തവരും കാപട്യമില്ലാത്തവരും അമൃതരസത്തെ പൊഴിക്കുന്നവരും അർത്ഥഗൗരവമുള്ള വാക്കുകൾ, ശരിയായ അർത്ഥങ്ങളുള്ള വാക്കുകളാണ്. അവർ പറയുന്ന വാക്കുകൾക്കെല്ലാം വലിയ അർത്ഥമുണ്ട്, എന്തെങ്കിലും പറയില്ല. അപ്പം അങ്ങനെയുള്ള വാക്കുകൾ പറയുന്ന ഋഷികൾ, ഈ വന്നവരെ പറ്റിയാണ് പറയുന്നത്. അവരെ പക്ഷപാത രഹിതരാണ്, അവർക്ക് പക്ഷപാതമൊന്നുമില്ല. അവർ ഉള്ള കാര്യം വെട്ടിത്തുറന്ന് പറയും, കാപട്യമില്ല. അമൃതരസത്തെ പൊഴിക്കുന്ന, അമൃതരസത്തിന് തുല്യമായ വാക്കുകളാണ് വേദങ്ങളിലൂടെ ഈ ഋഷികളെല്ലാം എഴുതി തന്നിരിക്കുന്നത്. അർത്ഥഗൗരവമുള്ളതുമായ ഋഷികൾ, അർത്ഥമുള്ള വാക്കുകളാണ് പറഞ്ഞിരിക്കുന്നത്. വേദങ്ങൾ എന്ന് പറഞ്ഞാൽ വേദവരികൾക്കെല്ലാം നല്ല അർത്ഥമുണ്ട്. അർത്ഥമുള്ള വാക്കുകളെ അവർ ഉപയോഗിച്ചിട്ടുണ്ട്. വെറുതെ എന്തെങ്കിലും തമാശക്കൊരു വരി പോലും വേദത്തിൽ എഴുതിയിട്ടില്ല. അർത്ഥഗൗരവമുള്ള വാക്കുകൾ പറയുന്ന ഋഷി സംഘത്തിൻ്റെ വാക്കിനെ കേട്ടിട്ട്, അങ്ങനെയുള്ളവരുടെ വാക്കിനെ കേട്ടിട്ട് അവരെ അഭിനന്ദിച്ചുകൊണ്ട് പരീക്ഷിത്ത് എന്ത് പറയുകയാണ്? കൃഷ്ണഗാഥ കേൾക്കുവാനുള്ള ആഗ്രഹത്തോടെ ഇങ്ങനെ പറഞ്ഞു. അദ്ദേഹത്തിന് കൃഷ്ണഗാഥ കേൾക്കണമെന്നുള്ള വലിയ ആഗ്രഹമുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു. 23 എല്ലാ ദിക്കിൽ നിന്നും വന്നു ചേർന്ന നിങ്ങൾ ഇപ്പോൾ ഇവർ വന്നിരിക്കുന്നത് പല ദിക്കുകളിൽ നിന്നാണ്. ഋഷികൾ എല്ലായിടത്തുനിന്നും വന്നിട്ടുണ്ട്. പല കാലഘട്ടത്തിലുള്ളവർ വരെ ഇവിടെയുണ്ട്. അത്തരത്തിലാണ് ഉള്ളത്. അപ്പം പല ദിക്കിൽ നിന്നും, പല കാലഘട്ടം എന്ന് പറയുമ്പോൾ പ്രായ വ്യത്യാസമുള്ള ഋഷികൾ ഇതിനകത്ത് ഉണ്ട്. എല്ലാതരം ഋഷികളും ഉണ്ട്. അവരെല്ലാം ഋഷികൾ മാത്രമല്ല, മറ്റുള്ള മഹാന്മാരും എല്ലാം ഉണ്ട്. അവരെല്ലാം വന്നത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നാണ്. അപ്പം എല്ലാ ദിക്കിൽ നിന്നും വന്നു ചേർന്ന നിങ്ങൾ സത്യലോകത്തിൽ പൂണ്ടിരിക്കുന്ന വേദങ്ങൾ പോലെയുള്ളവരും. ആദ്യത്തെ സത്യലോകത്തിലാണ് വേദങ്ങൾ ഉത്ഭവിച്ചത്. ആ വേദങ്ങൾ പോലെ, ശരീരം പൂണ്ടിരിക്കുന്ന വേദങ്ങൾ പോലെയുള്ളവരാണ്. യഥാർത്ഥത്തിൽ നിങ്ങൾ തന്നെയാണ് പ്രപഞ്ച സൃഷ്ടി സമയത്തുണ്ടായ ആ വേദശാസ്ത്രങ്ങൾ, ജ്ഞാനം, നിങ്ങളിലൂടെയാണ് അത് വന്നത്. അപ്പം നിങ്ങൾ വേദങ്ങൾ തന്നെയാണ് ഈ ഋഷികൾ.
അപ്പൊ നിങ്ങൾ അങ്ങനെയുള്ളവരാണ്, വേദങ്ങൾ തന്നെയാണ്. എന്നിട്ടോ അങ്ങനെയുള്ള നിങ്ങൾക്ക്, അപ്പൊ നിങ്ങൾ വേദങ്ങൾ തന്നെയാണ്. അങ്ങനെയുള്ള നിങ്ങൾക്ക് ഈ ലോകത്തിലും പരലോകത്തിലും മറ്റൊരു കാര്യവും ഇല്ല. നിങ്ങൾ വേദങ്ങളിൽ ജ്ഞാനം കൈമാറാൻ വേണ്ടി മാത്രമാണ് ഈ ലോകത്തിൽ ജീവിച്ചത്, ഈ ഋഷികളെല്ലാം. അല്ലാതെ അവർക്ക് വേറെ താല്പര്യങ്ങളൊന്നുമില്ല. ജീവിതകാലം മുഴുവൻ ഈ വേദങ്ങളെ എഴുതി ജ്ഞാനം പ്രചരിപ്പിക്കുന്നതിനാണ് നിങ്ങൾ ശ്രമിച്ചിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് വേറെ ഒരു കാര്യവും നിങ്ങൾക്കില്ല. അത് കഴിച്ച് വേറെ ഒരു കാര്യവും നിങ്ങൾക്ക് ഇല്ല. അങ്ങനെ മഹാന്മാരായ ബ്രാഹ്മണരെ അവരോട് പറയുകയാണ്, ഋഷികളോട്, ഈ സാഹചര്യത്തിലും ഞാനിപ്പോൾ ഒരു വല്ലാതെ ഇപ്പോൾ ഇവിടെ വന്ന് ഈ ഒരു അവസരത്തിൽ എല്ലാവരും അവിടെ പരീക്ഷത്തിന്റെ മുമ്പിൽ എത്തിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലും പ്രത്യേകിച്ച് മരണത്തെ സമീപിച്ച് കഴിയുന്നവർക്കും, കാരണം ആരെങ്കിലും മരണത്തെ സമീപിച്ച് കഴിയുന്നുണ്ടെങ്കിൽ അവർക്കും ഉതകുന്ന പരിപാലനമായ എന്തോന്നുണ്ടോ ആ വിഷയങ്ങളിൽ നിങ്ങൾ നിരൂപണം നടത്തുക. അപ്പൊ ഈ സമയത്ത് ഈ സമയത്തിന് യോജിച്ചതും, ഞാനാണെങ്കിൽ പാമ്പ് കടിച്ചിട്ട് അല്ലെങ്കിൽ തക്ഷം കടിച്ചിട്ട് മരിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അങ്ങനെ മരിക്കാൻ കിടക്കുന്ന ആളുകൾക്ക്, അതാരായാലും അവർക്ക് ആ സമയത്ത് ഉചിതമായി തോന്നുന്ന പരിപാവനമായ എന്തോന്നുണ്ടോ ആ വിഷയങ്ങളെല്ലാം നിങ്ങളിവിടെ നിരൂപണം ചെയ്തു കഴിഞ്ഞാൽ എനിക്കതും കേട്ടുകൊണ്ട് ഇരിക്കാം. ഇപ്പൊ 25 പറയുകയാണ്, ഒന്നിനും അപേക്ഷയില്ലാത്തവൻ, അവനൊന്നിനും താല്പര്യമില്ല. കാരണം ബ്രഹ്മസാക്ഷാത്കാരം നേടിയോ ഈ ലോകമായിട്ട് വിട്ടവനാണ്. ഇനി ഈ ലോകത്തിലുള്ള ഒന്നിലും മിഥ്യയാണെന്ന് കാണുന്നവനാണ്. കാണപ്പെടുവാനില്ലാത്ത വർണ്ണാശ്രമ ലക്ഷണങ്ങളോട് കൂടിയവനാണ്. അവന് വർണ്ണാശ്രമ ധർമ്മങ്ങൾ, ഈ ലോകത്തിൽ സാധാരണ ആൾക്കാരെല്ലാം ചെയ്യുന്ന കാര്യങ്ങളിലൊന്നും അവനൊരു താല്പര്യമില്ല. അവനതൊട്ട് ചെയ്തിട്ടുമില്ല, അതിൻ്റെ ആവശ്യമില്ല. ബ്രഹ്മസാക്ഷാത്കാരം വേണ്ടിയാൽ പിന്നെ ഒരു ചടങ്ങും ആവശ്യമില്ല, ഒന്നും ആവശ്യമില്ല. ആത്മലാഭത്തിൽ പരിതുഷ്ടനാണ്. അവന് ആത്മാവിൽ മാത്രമേ, ആ ബ്രഹ്മത്തിൽ മാത്രമേ താല്പര്യമുള്ളൂ. ആ ജ്ഞാനം തികഞ്ഞ് അതിൽ ലയിച്ചിരിക്കുന്നവരാണ്. അവധൂതന്റെ വേഷത്തോടു കൂടിയാണ്. സന്യാസിമാരെന്ന് പറഞ്ഞാൽ ആദ്യം വേഷമെല്ലാം പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ട് വിരക്തി വന്നാൽ വസ്ത്രമെല്ലാം കളഞ്ഞിട്ടാണ് പോകേണ്ടത്. പക്ഷെ നമ്മളെല്ലാം പോവുകയാണെങ്കിൽ പറ്റില്ല. അപ്പം ആദ്യം കുറച്ച് തുണിയെല്ലാം എടുത്ത് ഇറങ്ങും. അങ്ങനെ പടിപടിയായിട്ടാണ് അവസാനം എല്ലാം കളയുന്ന അവസ്ഥയിലേക്ക് വരുന്നത്. ആ അവസ്ഥയാണ് അവധൂതൻ. അപ്പൊ അങ്ങനെ പല പേരുകൾ കൊടുത്തിട്ടുണ്ട്. അധികമൊന്നും ഉപേക്ഷിക്കില്ല. പിന്നെ ക്രമത്തിൽ പടിപടിയായിട്ട് ആദ്യം ട്രെയിനി ആയിട്ട് വന്നു, പിന്നെ അങ്ങനെ വന്നിട്ട് അവസാനം അവധൂതനാവും. പിന്നെ ഒരു ഭ്രാന്തനെ പോലെ വസ്ത്രമൊന്നും ഇടാതെ നടക്കുന്ന വഴിയാണ് നടക്കുക. വേഷത്തോടും ഭൂമി മുഴുവൻ കറങ്ങുന്നവനും. കാരണം സന്യാസി ആയിക്കഴിഞ്ഞാൽ പിന്നെ ഭൂമി മുഴുവൻ ഇങ്ങനെ നടക്കണം എന്നാണ്. എവിടെയും നിൽക്കാതെ അങ്ങനെ നടന്നോളണം. എവിടെയും കുറച്ചു നേരം നിൽക്കാം, പിന്നെ അങ്ങനെ നടക്കണം. അപ്പൊ പറ്റുമെങ്കിൽ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ഭൂമി മുഴുവൻ കറങ്ങിയെന്നും വരും. അതുകൊണ്ട് ഭൂമി മുഴുവൻ കറങ്ങിയവനും സർവജ്ഞാനിയുമായ, നല്ല ജ്ഞാനമുണ്ട്. എന്തുകൊണ്ട്? വേദവ്യാസന്റെ പുത്രനുമായ ശ്രീസുഖൻ. വേദവ്യാസന്റെ പുത്രനാണ്. അവനാണ് ബ്രഹ്മസാക്ഷാത്കാരം നേടിയത്. അതിന് മുമ്പിൽ എന്തുണ്ട്? വേദവ്യാസൻ എല്ലാ വേദങ്ങളും ശാസ്ത്രങ്ങളും സയൻസുകളും പഠിപ്പിച്ചിട്ടുണ്ട്. അവൻ സ്ത്രീകളാലും കുട്ടികളാലും ചുറ്റപ്പെട്ടുകൊണ്ടാണ് വന്നത്. കാരണം ഒരു ഉടുതുണിയില്ലാതെ എത്രയോ ദിവ്യനായ ഒരു പുരുഷൻ വരുന്നതാണ്ടപ്പോൾ ആകാംക്ഷയോടെ കുട്ടികളും സ്ത്രീകളും എല്ലാം പിന്നാലെ കൂടി. കാരണം ഇവന് വസ്ത്രമില്ലെങ്കിലും സ്ത്രീകൾക്ക് പ്രശ്നമൊന്നുമില്ല. അവർക്കറിയാം വേദവ്യാസന്റെ പുത്രനല്ലേ, ബ്രഹ്മസാക്ഷാത്കാരം തന്നെ. അവന് സ്ത്രീയുമില്ല പുരുഷനുമില്ല. അങ്ങനെ സ്ത്രീകളെ കാണുമ്പോൾ എന്തൊക്കെ ആയിപ്പോന്ന സ്വഭാവം അവനില്ല. ആ ചിന്തയേ ഇല്ല. പിന്നെന്താ അവൻ്റെ കൂടെ വരുന്നതിന്? അവരാളിൽ ചുറ്റപ്പെട്ട് അവിടത്തേക്ക് വന്നു. ഇനി 26, 27, 28 പറയുന്നതാണ്, അഴകാർന്ന കാലുണ്ട്. അതിൻ്റെ സൗന്ദര്യം പറക്കുകയാണ്. നല്ല കാലുകൾ, കരങ്ങൾ, തുടകൾ, കൈത്തലം, തോള്, ഭംഗിയുള്ള തോള്, കവിൾത്തടം, നല്ല സുന്ദരമായ കവിൾത്തടം, ഭംഗിയായ നീണ്ട കണ്ണ്, ഉയർന്ന മൂക്ക്, ഭംഗിയുള്ള ചെവികൾ, ഭംഗിയുള്ള പുരികപ്പൊടി, ഒത്ത ചെവികൾ, ശംഖിൻ്റെ അകത്ത് വരയുള്ള പോലെയുള്ള
കഴുത്ത്, കടഞ്ഞ കഴുത്ത്, ഉയർന്ന നല്ല വിസ്തൃതമായ വിരിമാറും, നീണ്ട ബാഹുക്കൾ, ശ്രീഹരിയെ പോലെയുള്ള സുന്ദരമായ ശ്യാമളവർണ്ണത്തിൽ അത്യുത്തമ യുവാവിൻ്റെ അവസ്ഥ, ഏറ്റവും സുന്ദരനായ ഒരു യുവാവിൻ്റെ അവസ്ഥ, മനോഹരമായ മന്ദഹാസം, ഒരു ചെറിയ ചിരിയോടെ, സ്ത്രീകൾക്ക് ചിത്താനന്ദകരം, സ്ത്രീകൾക്ക് കണ്ടു കഴിഞ്ഞാൽ ചിന്തിച്ചിട്ട് അത്രയും ആനന്ദകരമായ 16 വയസ്സേ ആയിട്ടുള്ളൂ ആയ ആ ശുഗമുനിയെ ആ ഋഷിമാരെല്ലാം എഴുന്നേറ്റിട്ട് സ്വീകരിച്ചു. ഇവൻ വരുന്നതാണിപ്പോൾ വേദവ്യാസന്റെ മകനല്ലേ, എല്ലാ ജ്ഞാനവും തന്നെ ബ്രഹ്മജ്ഞാനം എന്ന് എഴുതിയത്, വേദവ്യാസന് ബ്രഹ്മജ്ഞാനമൊന്നും കിട്ടിയില്ല. അപ്പോൾ എല്ലാ ഋഷിമാരും എഴുന്നേറ്റ് സ്വീകരിച്ചു. 29 പരീക്ഷിത്ത് രാജാവ് അദ്ദേഹത്തെ ശിരസ് കൊണ്ട് നമിച്ചിട്ട് സ്വീകരിച്ചു. ആളെ മനസ്സിലാകാത്തത് കൊണ്ട് സ്ത്രീകൾ ഇതാരെന്ന് അറിയാണ്ട് പിന്നെ സ്ത്രീകളും കുട്ടികളും എല്ലാം അവിടെ തിരിച്ചുപോയി. അദ്ദേഹം ബഹുമാന പുരസ്കരം അവിടെ ഉപവിഷ്ടനായി. ഇനി 30 ആ വിദ്വാനായ ശുഗദേവൻ ആ മറ്റു ഋഷികളാലെല്ലാം ചുറ്റപ്പെട്ടവനായിട്ട്, അപ്പോൾ ഇവൻ നടുവിലിരിക്കുകയാണ്, ബാക്കിയുള്ള ഋഷികളെല്ലാം ചുറ്റുമിരിക്കുകയാണ്. ഏതുപോലെ എന്നാൽ ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും രാശിചക്രങ്ങളും എല്ലാം ആളാലെല്ലാം ചുറ്റപ്പെട്ടിട്ട് ചന്ദ്രൻ ഇരിക്കുന്നത് പോലെ, ചന്ദ്രൻ്റെ ചുറ്റും നക്ഷത്രങ്ങളെല്ലാം അലങ്കരിച്ചിട്ട് അത്ര ഭംഗിയിൽ ചന്ദ്രൻ ഇരിക്കുന്ന പോലെയാണ് ഇവൻ ഇരിക്കുന്നത്. അങ്ങനെ പരിശോഭിച്ചു എന്നാണ് പറയുന്നത്. എൻ്റെ 31 ഏറ്റവും ശാന്തനാണ്. 31 സൂക്ഷ്മബുദ്ധിയോടുകൂടിയ ആ ശുഗദേവനെ സമീപിച്ചിട്ട് ശിരസാൽ വണങ്ങിക്കൊണ്ട് കൂപ്പ് കൈയോടുകൂടി രാജാവ് ചോദിച്ചു, ഹീനക്ഷത്രിയരായ ഞങ്ങളുടെ അടുത്തേക്ക് ഞങ്ങൾക്ക് സജ്ജന സേവ ലഭിച്ചത് ആശ്ചര്യകരം തന്നെ. 32 പറയുകയാണ്, നമ്മൾ ഹീന ക്ഷത്രിയരാണ്. എന്തുകൊണ്ട്? ശാപയേറ്റ് കിടക്കുന്ന, കുറ്റം ചെയ്തിട്ട് ശാപയേറ്റ് കിടക്കുകയാണ്. അവർക്കാണ് ഈ വിശിഷ്ട വ്യക്തികളെയെല്ലാം ശ്രേഷ്ഠമായി ഇവരുടെയെല്ലാം സേവ ലഭിച്ചിരിക്കുന്നത്. അത് ആശ്ചര്യകരം തന്നെ. അങ്ങും അതിഥി രൂപത്തിൽ എത്തിച്ചേർന്നിരിക്കുക, അങ്ങും അതിഥി രൂപത്തിൽ ഇവിടെ എത്തിയിരിക്കുന്നു. അങ്ങും അതിഥി രൂപത്തിൽ അതിഥിയായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്രതീക്ഷിത, എല്ലാവരും അങ്ങനെ തന്നെയാണ് വന്നിരിക്കുന്നത്. അങ്ങനെ അതിഥി രൂപത്തിൽ എത്തിച്ചേർത്ത് സുയോഗ്യന്മാരാക്കിയല്ലോ. അപ്പം എല്ലാം തികഞ്ഞ ഒരു സദസ്സാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. എന്നിട്ട് 33 അങ്ങയെ പോലെയുള്ളവരുടെ സ്മരണയാൽ തന്നെ ഗൃഹങ്ങൾ ശുദ്ധമാകുന്നു. അപ്പോൾ അങ്ങയെപ്പോലെയുള്ള, ഇത് നേരത്തെ നദിയുടെ തീരത്ത്, അത് തന്നെ ശുദ്ധമായ സ്ഥലമാണ്. അവിടെ ഇത്രയും വലിയ പണ്ഡിതന്മാരെല്ലാം വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് എൻ്റെ വീട് എന്തായി, ഈ സ്ഥലം എന്തായി, ശുദ്ധമാകും. പിന്നെ കാണുകയോ തൊടുകയോ കാല് കഴുകി പീഠത്തിൽ വിളിച്ചിരുത്തി ഉപചരിക്കുകയോ ചെയ്താൽ പിന്നെ ഉള്ള കാര്യം പറയേണ്ടതുണ്ടോ? ഇവരെല്ലാം പിടിച്ചിരുത്തി എല്ലാം ചെയ്യാൻ വന്നാൽ തന്നെ ഭയങ്കരമാണ്. പിന്നെ പിടിച്ചിരുത്തി എല്ലാം കാലെല്ലാം കഴുകി എല്ലാം തൊട്ട് എല്ലാം സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ അതിൻ്റെ കാര്യം വർണ്ണിക്കേണ്ടതുണ്ട്, ഇല്ലല്ലോ എന്ന് പറയാണ്. എന്നിട്ട് 34 വിഷ്ണുവിൻ്റെ സാന്നിധ്യത്താൽ അസുരന്മാരെന്ന പോലെ ഞങ്ങളുടെ സാമീപ്യത്താൽ അങ്ങ് നമ്മളുടെ അടുത്ത് വന്നതിനാൽ നമ്മുടെ മഹാപാപങ്ങളും പോലും ഇല്ലാതായി തീരുമാനം ഒരു സംശയവുമില്ല. ഇവിടെ 35 പറയാണ്, പാണ്ഡുപുത്രന്മാരിൽ പ്രീതിയുള്ള കൃഷ്ണൻ, പാണ്ഡുവിൻ്റെ പുത്രന്മാരിൽ പ്രീതിയുള്ള കൃഷ്ണന്റെ ഒരു സാന്നിധ്യം കൊണ്ടാണോ, കൃഷ്ണൻ തന്നെയാണോ അങ്ങയെ പോലെയുള്ളവരെ ഇവിടെ നമ്മുടെ അടുത്തേക്ക് അയച്ചിരിക്കുന്നത്?
അപ്പം അത്രയും ആ കാലമാകുന്ന ശക്തി തന്നെയാണ് അങ്ങയെപ്പോലെയുള്ളവരെ എൻ്റെ അടുത്തേക്ക്, എന്നെപ്പോലെയുള്ള ഒരാളുടെ നിസാരൻ്റെ അടുത്തേക്ക് അയച്ചിരിക്കുന്നത്. ഏതിൻ്റെ പ്രഭാവം കൊണ്ടാണ്? പാണ്ഡുപുത്രന്മാരിൽ പ്രീതിയുള്ള കൃഷ്ണൻ കൊണ്ടായിരിക്കുമോ? എല്ലാം കൃഷ്ണനെ വെച്ച് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ട് പറയുന്നതാണ്. ആ കൃഷ്ണന് പാണ്ഡുപുത്രന്മാരോടെല്ലാം ഭയങ്കര സ്നേഹമുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഫലമായിട്ടാണോ, ആ ശക്തിയുടെ പ്രേരണ കൊണ്ട് തന്നെയാണോ അങ്ങ് എല്ലാം നമ്മുടെ അടുത്തേക്ക്, എൻ്റെ അടുത്തേക്ക് എന്ന് പറഞ്ഞാൽ ഈ രാജാവിൻ്റെ ബാക്കിയുള്ളവരും എല്ലാം ചുറ്റും കാണുമല്ലോ, ബന്ധുക്കളുമല്ല. എൻ്റെ 36 ആരിലെത്തിയിരിക്കുന്നത്? വേദവ്യാസന്റെ മകനടക്കം ബാക്കിയുള്ള ഋഷികളെല്ലാം കൂടിയിട്ട്. ഇനി 36 പറയുകയാണ്, അല്ലാതെ ഈ സുഖദേവ് വരേണ്ട കാര്യമൊന്നുമില്ല. കാരണം വ്യക്തമാവാത്ത മനോഗതി ഉള്ളവനും അദ്ദേഹത്തിൻ്റെ മനോഗതി നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം ബ്രഹ്മസാക്ഷാത്കാരം നേടിയവർ പിന്നെ തിരിച്ചു വരുന്ന ഒരു പരിപാടിയേ ഇല്ല. അവർക്ക് ഈ ലോകമായിട്ട് ഒരു ബന്ധവുമില്ല. അങ്ങനെയുള്ള ഒരു വേദവ്യാസന്റെ മകൻ തിരിച്ചു വരണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ കാരണം, മനോഗതി ഒന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. അല്ലാതെ വരാൻ സാധ്യതയില്ല. അപ്പോൾ നേരത്തെ പറഞ്ഞ എന്തുകൊണ്ടാണ്? കൃഷ്ണന്റെ താല്പര്യം കൊണ്ട്, പാണ്ഡവരുമായിട്ടുള്ള അടുപ്പത്തിലും കൃഷ്ണന്റെ താല്പര്യം കൊണ്ടാണ് ഇവിടെ ആ ഒരു പ്രേരണയാൽ വന്നതായിരിക്കാം. അല്ലാതെ നിലയിൽ വരില്ല. അതുകൊണ്ട് ആ മനോഗതി എന്താണെന്നും മനസ്സിലാകുന്നില്ല. ഉള്ളവനും എല്ലാം അവന് സാധിക്കാൻ ഇനി ഒന്നുമില്ല, അതിന് ഒന്നിൻ്റെ ആവശ്യമില്ല. അഭിഷ്ടദാതാവുമായ അങ്ങയുടെ ദർശനം മൃത്യു അടുത്ത നമുക്കെന്ന് പറഞ്ഞാൽ പരീക്ഷത്തിന് എങ്ങനെ ഉണ്ടാകാനാണ്? അതായത് അങ്ങനെ ഒരാൾ തിരിച്ചു വരാൻ ഒരു സാധ്യതയില്ല. ബ്രഹ്മസാക്ഷാത്കാരം നേടിയവർ ഒരു മരണമായിട്ട് അഭിമുഖീകരിച്ചിരിക്കുന്ന ഒരാളെടുത്ത് വരാൻ ഒരു സാധ്യതയില്ല. അപ്പം ഇതെന്തിനാ ഇത്രയും പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രഹ്മസാക്ഷാത്കാരം നേടിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരില്ല എന്നുള്ളൊരു വാക്കുണ്ട്. അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് അത് കൃഷ്ണൻ്റെ ഒരു പ്രേരണ ഉണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് ഒരു വ്യാഖ്യാനം നൽകിയാണ്. എന്ത് ഉപനിഷത്തിലെല്ലാം പറഞ്ഞതിന് എതിരായിട്ട് പറയുമ്പോൾ, കഥയിലാകുമ്പോൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, കുറച്ച് തെറ്റൊന്നും ഉണ്ടായാലൊന്നും കുഴപ്പമൊന്നുമില്ല. നമ്മൾ കഥയിൽ ചോദ്യമില്ല. അതിനൊരു ന്യായീകരണം ഇവിടെ കൊടുക്കുന്നേ ഉള്ളൂ. അതുകൊണ്ട് 37 പറയുന്നത്, അതിനാൽ യോഗിമാരുടെ ഇടയിൽ ശ്രേഷ്ഠനും അവരുടെ ആചാര്യനുമായ അങ്ങയോട് മൃത്യു അടുത്തിരിക്കുന്ന ഞാൻ, അതായത് യോഗികളിലെ ശ്രേഷ്ഠൻ, ബ്രഹ്മസാക്ഷാത്കാരം നേടാൻ ശ്രമിക്കുന്നവരിൽ ശ്രേഷ്ഠൻ, അവരുടെ ആചാര്യൻ. ഇവരൊക്കെ ഈ സുഖദേവ് പോയ വഴി ആ തരത്തിൽ വേണം നമ്മളും പോവാൻ. അപ്പൊ ആചാര്യനാണ്. അങ്ങയോട് മൃത്യു അടുത്തിരിക്കുന്ന ഞാൻ, അപ്പം ഞാൻ മരണവുമായിട്ട് കാത്തിരിക്കുന്ന ഞാൻ, ഈ ലോകത്തിൽ ഇനി ചെയ്യുവാൻ കഴിവുള്ളതെന്തോ അത് ചോദിക്കുന്നു. ഇനി എനിക്ക് ഈ ലോകത്തിൽ ചെയ്യാൻ കഴിയുന്ന എന്താണ്? വല്ല ചോദ്യം ചോദിച്ചിട്ട് ആ ബ്രഹ്മത്തെപ്പറ്റി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. അതിൽ കൂടുതലൊന്നും എനിക്കൊന്നും ചെയ്യാനില്ല. ഞാനും വിരക്തി വന്നിട്ട് പോവുകയാണ്. ഈ അവസ്ഥയിൽ എനിക്ക് ചോദിക്കാൻ പറ്റുന്നത് ചോദിക്കുകയാണ്. എന്താണ് ചോദിക്കുന്നത്? എൻ്റെ 38 മനുഷ്യർ ഏതൊന്ന് ശ്രവണം ചെയ്യേണ്ടതുണ്ടോ? എന്താണ് മനുഷ്യർ കേൾക്കേണ്ടത്? പ്രത്യേകിച്ച് ഇത്തരം അവസരങ്ങളിൽ എന്തെങ്കിലും ജപിക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ, യാതൊന്ന് ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ടെങ്കിൽ, യാതൊന്ന് സ്മരിക്കപ്പെടേണ്ടതായിട്ടുണ്ടെങ്കിൽ, യാതെങ്കിലും ഒന്ന് അറിയപ്പെടേണ്ടതായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ യാതൊന്ന് അരുതാത്തതായിട്ടുണ്ടെങ്കിൽ അതെല്ലാം പറ്റി പറഞ്ഞു തരിക. അപ്പം അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പറയുകയാണ്. എന്നിട്ട് പിന്നെ 39 പറയാണ്, ഒരു ഗൃഹത്തിൽ പശുവിനെ കറക്കുന്ന സമയത്തിൽ കൂടുതൽ അങ്ങ് നിൽക്കുകയില്ല എന്ന് എനിക്ക് വളരെ നിശ്ചയമുണ്ട്.
കാരണം കുറച്ച് സമയം അങ്ങേരെ കിട്ടുകയുള്ളൂ. അതായത് ബ്രഹ്മസാക്ഷാത്കാരത്തിന് പോകുന്നവർ നേടിയവർ പിന്നെ ഒരുത്തിയിലും നിൽക്കില്ല, ഒരുത്തിയിലും സ്ഥിരതാമസം പാടില്ല. ഒരു പശുവിനെ കറക്കുന്ന സമയം അത്ര മാത്രമേ നിൽക്കുള്ളൂ ഇദ്ദേഹം. അപ്പം അത്രയേ അങ്ങനെ കിട്ടുകയുള്ളൂ. അതുകൊണ്ട് അതാ സമയം അത്രയേ ഉള്ളൂ എന്ന് എനിക്ക് അറിയാം. അതുകൊണ്ട് മനുഷ്യർക്ക് അറിയാൻ പറ്റുന്ന അറിയേണ്ടതായ വല്ലതും കൊണ്ടുണ്ടെങ്കിൽ അതല്ല ഈ സമയത്തിൽ പറഞ്ഞു തന്നെ. പശുവിനെ കറക്കുന്ന സമയം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ എന്തെങ്കിലും ഭിക്ഷയ്ക്ക് വേണ്ടിയിട്ട് വിശക്കുമ്പോൾ എന്തെങ്കിലും പോയി കൈ നീട്ടിയാൽ അതിന് വേണ്ട സമയമുണ്ടല്ലോ, പോയി അകത്ത് പോയിട്ട് എടുത്തിട്ട് കൊണ്ടുവരാനുള്ള സമയം. ആ ഒരു സമയമാണ് ഏകദേശം പശുവിനെ കറക്കുന്ന സമയമായിട്ട് കണക്കാക്കിയിരിക്കുക. അപ്പം അത്രയും കാണുള്ളൂ എന്ന് പറഞ്ഞാൽ അത്രയും സമയത്തിനടക്കാണ് ഈ പറയാൻ പോകുന്നത് എന്ന് സാരം. ഇനി ഇപ്രകാരം 40 ഇപ്രകാരമുള്ള ആ രാജാവിൻ്റെ മാധുര്യമാർന്ന വചനങ്ങളാൽ, രാജാവിൻ്റെ ആ ചോദ്യങ്ങളെല്ലാം അത്രയും നല്ല നിലയിലാണ് ചോദ്യം. മാധുര്യമാർന്ന വചനങ്ങളാൽ ചോദിക്കപ്പെട്ട ഈ ചോദ്യങ്ങൾ കേട്ടിട്ട് ധർമ്മം അറിയുന്നവനും സർവജ്ഞനും വേദവ്യാസൻ്റെ പുത്രനുമായ ശുഗമുനി മറുപടി പറയുന്നു. അപ്പോൾ ഈ മറുപടി പറയുന്നതോടുകൂടി 1-ാമത്തെ സ്കന്ധം അവസാനിക്കുകയാണ്. നമ്മളിനി 2-ാമത്തെ സ്കന്ധത്തിലേക്ക് കടക്കുകയാണ് അടുത്ത ക്ലാസ് മുതൽ.